Good morning, all. Good morning, ma'am. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ എല്ലാവരും? Good morning, ma'am. ഫ്ലോ ചാർട്ട് വരെയാണല്ലേ എടുത്തത് കഴിഞ്ഞ ദിവസം. ഡിസ്ചാർജ് പ്രോസസ് ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ആയില്ലേ? ഓക്കെ, ബാക്കി എടുക്കാം കേട്ടോ. What is a discharge summary? Discharge summary എന്ന് പറഞ്ഞാൽ എന്താണ്? Okay, a discharge summary is a clinical report prepared by a health professional at the conclusion of a hospital stay. എന്താണ് ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്? ഒരു ക്ലിനിക്കൽ റിപ്പോർട്ടാണ് അല്ലെ? ഡോക്ടർമാരെ നമുക്ക് എഴുതി തരുന്ന ഒരു ക്ലിനിക്കൽ റിപ്പോർട്ടാണ്. ബൈ എ ഹെൽത്ത് പ്രൊഫഷണൽസ്, ഒരു ഹെൽത്ത് പ്രൊഫഷണൽ എഴുതി തരുന്ന ഒരു ക്ലിനിക്കൽ റിപ്പോർട്ടാണ്. അതെന്താണ്? അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് ഹോസ്പിറ്റൽ സ്റ്റേ അല്ലെ? ഹോസ്പിറ്റലിൽ നമ്മൾ സ്റ്റേ ചെയ്തിരിക്കുന്ന സമയത്തുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഉപസംഹാരം, കൺക്ലൂഷൻ അല്ലേ? അല്ലെ? ഡിസ്ചാർജ് സമ്മറി നമുക്ക് എന്ത് അസുഖമായിട്ടാണ് അല്ലെ? എന്ത് അസുഖമായിട്ടാണ് നമ്മുടെ അവിടെ അഡ്മിറ്റ് ആക്കിയത്, നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ, നമുക്ക് എന്തൊക്കെ മെഡിക്കേഷൻസ് തന്നിട്ടുണ്ട്, നമുക്ക് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടുകൾ എന്തായിരുന്നു അല്ലെ? ഒരു കൺക്ലൂഷൻ പോലല്ലേ അവർ എഴുതി തരുന്നത് അല്ലെ? അപ്പൊ ആ കൺക്ലൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ആ പേഷ്യൻസിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയ കിട്ടും അല്ലെ? ആ പേഷ്യൻസിന്റെ ഹെൽത്ത് കണ്ടീഷൻ എന്തായിരുന്നു അല്ലെ? ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഹെൽത്ത് എങ്ങനെയാണ് അല്ലെ? ഒരു ഓവറോൾ ഐഡിയ കിട്ടുമല്ലോ ആ പേഷ്യൻസിനെ കുറിച്ചുള്ള. കിട്ടോ? Okay, next, it is often the primary mode of communication between the hospital care team and aftercare providers. ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആണ്. ആരൊക്കെ തമ്മിലുള്ള ഒരു ആശയവിനിമയം നടത്തുന്നതിനുള്ള ഒരു പ്രൈമറി മോഡാണ്. ഇപ്പൊ ആ ഹോസ്പിറ്റലിൽ പ്രസന്റ് അവർക്ക് കിട്ടിയ ഹോസ്പിറ്റലുകാരും പിന്നീട് അവർക്ക് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ കിട്ടുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ? അല്ലെ? ഇപ്പൊ പ്രസന്റ് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ അവരെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആരാണ് ഡിസ്ചാർജ് സമ്മറി എഴുതി തരുന്നത്? അവിടുത്തെ ഹോസ്പിറ്റലിലെ ടീമല്ലേ? ഡോക്ടർ ആയിരിക്കും എഴുതി തരുന്നത് അല്ലെ? അവിടെ ഇപ്പൊ പ്രസന്റ് ഏത് ഹോസ്പിറ്റലിലാണോ കാണിച്ച് അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത് അവിടുത്തെ ഡോക്ടർ ആയിരിക്കും ഡിസ്ചാർജ് സമ്മറി എഴുതി തരുന്നത്. അത് നമ്മൾ പിന്നെ വേറെ ആർക്കാണ് കൊണ്ടു കൊടുക്കുന്നത്? വേറെ ഡോക്ടർ കാണുമ്പോ അല്ലെ? വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോകുമല്ലോ, അല്ലെങ്കിൽ വേറൊരു ഡോക്ടർ കാണുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ഈ ഡിസ്ചാർജ് സമ്മറി കാണിച്ചു കൊടുക്കും അല്ലെ? ആണോ? അപ്പൊ ഒരു പ്രൈമറി എന്താണ്? ഇപ്പൊ പ്രസന്റ് അവർക്ക് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കെയർ കൊടുത്ത ടീമും ആഫ്റ്റർ കെയർ അതിനുശേഷം അവർക്ക് പരിചരണം കൊടുക്കുന്ന പ്രൊവൈഡേഴ്സും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിനുള്ള ഒരു പ്രൈമറി മോഡാണ് ഡിസ്ചാർജ് സമ്മറി. ക്ലിയർ ആയോ ഇത്? ഓക്കെ, നെക്സ്റ്റ്, the discharge summary shall include. ഡിസ്ചാർജ് സമ്മറിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്? നിങ്ങൾക്കറിയാലോ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഡിസ്ചാർജ് സമ്മറിയില? ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ് ഉൾപ്പെടും, ഫോളോ അപ്പ് ഉൾപ്പെടും, അഡ്മിഷൻ എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെ? റീസൺ ഫോർ അഡ്മിഷൻ, എന്തുകൊണ്ടാണ് അവർ അഡ്മിറ്റ് ആക്കിയത്, അവർക്ക് എന്തൊക്കെ മെഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലെ? ഓക്കെ,
ഏത് ഡോക്ടറെയാണ് കാണിച്ചത് അല്ലെ? നോക്കിയേ, ദ റീസൺ ലാബ് റിപ്പോർട്ടുകൾ ഉണ്ടാവും, സ്കാനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകൾ ഉണ്ടാവും അല്ലെ? ഓക്കെ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നോക്കിയേ, ദ ഡിസ്ചാർജ് സമ്മറി ഷാൽ ഇൻക്ലൂഡ്, ഓക്കെ, ഡേറ്റ് ഓഫ് അഡ്മിഷൻ, ദ റീസൺ ഫോർ അഡ്മിഷൻ, എന്തുകൊണ്ടാണ് അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയത്, അതിനുള്ള കാരണം ഉണ്ടായിരിക്കും. സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ് അല്ലെ, അവരുടെ ടെസ്റ്റുകൾ നടത്തി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് നടത്തി എന്തൊക്കെ കാര്യങ്ങൾ ആ പേഷ്യൻസിനെ കുറിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഡയഗ്നോസിസ് അല്ലെ, അവരുടെ രോഗനിർണയം നടത്തിയിട്ടുണ്ടാവുമല്ലോ, ടെസ്റ്റുകൾ നടത്തി അല്ലെ, ഡോക്ടർ ചെക്കപ്പുകൾ നടത്തി അല്ലെ, അപ്പൊ അങ്ങനെയുള്ള രോഗനിർണയത്തെ കുറിച്ചുണ്ടായിരിക്കും. ആൻഡ് പേഷ്യന്റ് കണ്ടീഷൻസ് അറ്റ് ഡിസ്ചാർജിന്റെ സമയത്ത് പേഷ്യൻസിന്റെ ഹെൽത്ത് കണ്ടീഷൻ, ആരോഗ്യസ്ഥിതി എങ്ങനെയുള്ളതാണ്, ബെറ്റർ ആണോ അല്ലെ, അതും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് ദ ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട്, അതായത് ലബോറട്ടറി ടെസ്റ്റ് റിസൾട്ടുകളൊക്കെയാണ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന റിസൾട്ട്, അതൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. മെഡിക്കേഷൻസ് ഗിവൺ അറ്റ് ദ പ്രൊസീജിയേഴ്സ് ഡൺ, എന്താണ്, എന്തൊക്കെ മെഡിക്കേഷൻസ് മരുന്നുകൾ അവർക്ക് നൽകിയിട്ടുണ്ട്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ്, സ്കാനിങ് അല്ലെങ്കിൽ നമുക്കറിയാം കൊളോണോസ്കോപ്പി അല്ലെ, എൻഡോസ്കോപ്പി, അങ്ങനെയുള്ള കുറെ പ്രൊസീജിയേഴ്സ് ഇല്ലേ, ലാപ്രോസ്കോപ്പി അല്ലെ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് അവർക്ക് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടുകൾ ഉണ്ടായിരിക്കും. ഫോളോ അപ്പ് അഡ്വൈസ് അല്ലെ, ചിലപ്പോ അവർക്ക് പറയും പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരണം അല്ലെ, അല്ലെങ്കിൽ ഹോം കെയർ ഫോളോ അപ്പുകൾ ഉണ്ടാവും അല്ലെ, വീട്ടിൽ ചെന്നാൽ ശ്രദ്ധിക്കേണ്ട ഡയറ്റ് കൺട്രോളെ കുറിച്ച്, എക്സസൈസുകളെ കുറിച്ച് ഇല്ലേ, അങ്ങനെയുള്ള ഫോളോ അപ്പ് അഡ്വൈസുകള്, മെഡിക്കേഷൻസ് ആൻഡ് അതർ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഹൗ ടു ഒബ്റ്റെയിൻ അർജന്റ് കെയർ ഇൻ അണ്ടർസ്റ്റാൻഡബിൾ മാനർ. എന്താണ്, ഇപ്പൊ അവർക്ക് എന്തെങ്കിലും ഇപ്പൊ ഹോസ്പിറ്റലിന് ഡിസ്ചാർജ് ആയതിനു ശേഷം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരെയാണ്, ഗുരുതരമായ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരെയാണെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അല്ലേ, ആണോ? നമുക്ക് പെട്ടെന്ന് അവരെ എത്തിക്കാൻ പാകത്തിനുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പൊ അവർക്ക് പെട്ടെന്ന് തന്നെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് എന്തൊക്കെ മെഡിക്കേഷൻസ് കൊടുക്കണം, അവർക്ക് എന്തൊക്കെ അർജന്റ് കെയർ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ടിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉള്ളവർക്ക് ഈ നാക്കിന്റെ അടിയിലിടുന്ന ഗുളികയുണ്ട്, അറിയോ? പെട്ടെന്ന് അവർക്കൊന്ന് ഇല്ലേ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരണ്ടേ, അല്ലെങ്കിൽ ആ സമയത്ത് അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഇഞ്ചക്ഷൻസ്, ഏതെങ്കിലും ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സ്ഥിതി ഓക്കെ ആവും, ഹെൽത്ത് ഒന്ന് നോർമൽ ആവുമെങ്കിൽ അതിനെ കുറിച്ചൊക്കെ അവർക്ക് എഴുതണം അല്ലെ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ പുതിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെല്ലുമ്പോ അവര് ഒന്നുകൂടി ഈ പേഷ്യൻസിനെ പരിശോധിച്ച് ഒരുപാട് ടൈം എടുത്തിട്ടല്ലേ അവർക്ക് അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ റിപ്പോർട്ട്, അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ഈ ഡിസ്ചാർജ് സമ്മറി കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും പെട്ടെന്ന് തന്നെ ഈ പേഷ്യൻസിനെ നോർമൽ ആക്കുന്നതിന് വേണ്ടി അവർക്ക് എന്തൊക്കെ മെഡിക്കേഷൻസ് കൊടുക്കണം, അവർക്ക് എന്തൊക്കെ അർജന്റ് കെയർ കൊടുക്കണം എന്നുള്ളതൊക്കെ ഈ ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആയോ അത്? ഡിസ്ചാർജ് പ്രോസസ് ഓക്കെ ആയോ? ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞു, ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു, നമ്മുടെ 3rd മൊഡ്യൂളിലെ ചെറിയൊരു ചാപ്റ്റർ ആണ് ഡിസ്ചാർജ് പ്രോസസ്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ മിസ് പറഞ്ഞിരുന്നില്ലേ, മെറ്റീരിയൽസ് മാനേജ്മെന്റ്. മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് മെറ്റീരിയൽസ്, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ഹോസ്പിറ്റലിലെ മെറ്റീരിയൽസ് എന്തായിരിക്കും, ഹോസ്പിറ്റലിലെ മെറ്റീരിയൽസ്
അസറ്റ്. അസറ്റ്സ്. അസറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? എക്യുപ്മെന്റ്സുകൾ ഉൾപ്പെടുന്നുണ്ട്. എക്യുപ്മെന്റ്സ് മാത്രമുള്ളോ? ബെഡ്സുകൾ ഉൾപ്പെടുന്നുണ്ട്, മെഷീനറി ഉൾപ്പെടുന്നുണ്ട്, മെഷീൻസ്, സർജിക്കൽ ടേബിള് അല്ലെ, വെന്റിലേറ്റേഴ്സ്, ക്ലോത്ത്സുകള്, മെഡിസിനുകള്, ഡെഫിബ്രിലേറ്റേഴ്സ് അല്ലെ, അൾട്രാസൗണ്ട് അങ്ങനെയുള്ള മെഷീനറീസ് അല്ലെ, സോണോഗ്രാഫി ഒക്കെ ചെയ്യുന്ന മെഷീൻസ്, ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സുകൾ അല്ലെ, ബാൻഡേജുകള്, സ്ട്രക്ചേഴ്സ് അല്ലെ, സ്റ്റെറിലൈസേഴ്സ്, ഓട്ടോക്ലാവിംഗ് മെഷീൻസ് അല്ലെ, തെർമോമീറ്റേഴ്സ്, BP അപ്പാരറ്റസ്, വീൽ ചെയേഴ്സ് അല്ലെ, ഒരുപാട് കാര്യങ്ങൾ. ഹോസ്പിറ്റലിലുള്ള എല്ലാ സാധനങ്ങളും ഉൾപ്പെടുന്നില്ലേ? ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ അല്ലെ. അപ്പൊ എന്താണ് അവർക്ക് ഇലക്ട്രോണിക് ഐറ്റംസ്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇപ്പൊ നമ്മൊരു ബിസിനസ് സ്ഥാപനം കണക്കിലെടുത്താലും ഒരു ഹോസ്പിറ്റലിൽ കണക്കിലെടുത്താലും അവർക്ക് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഏറ്റവും കൂടുതൽ അവർ ചെലവാക്കേണ്ടി വരുന്നത് എന്തിന്? മെയിൻ്റെനൻസ്, മെറ്റീരിയൽസിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെ. മിഷനറീസ് അതൊക്കെ മെറ്റീരിയൽസിലല്ലേ പെടുന്നത് അല്ലെ. മെറ്റീരിയൽസിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെ. അപ്പൊ നോക്കിയേ, chapter 10 materials management. As far as any enterprise is concerned, materials are a major cost factor. എന്താണ് ഒരു എന്റർപ്രൈസ്, ഒരു വ്യവസായ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ ആശങ്ക is concerned. അവരെ ആശങ്ക എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് മെറ്റീരിയൽസിന് എന്ത് ചെലവാകുന്നു? ഒരു പ്രധാന ചെലവ് അല്ലെ, ഒരു വലിയ കോസ്റ്റ് തന്നെ ചെലവാക്കേണ്ടി വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഒരു ബാഗ് കമ്പനിയാണ്, ബാഗ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. അപ്പൊ അവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് കൂടുതൽ പൈസ ചെലവാക്കുന്നത്? അവർക്ക് അതിനു വേണ്ട മെറ്റീരിയൽസ് വാങ്ങാൻ അല്ലെ, ബാഗ് നിർമ്മിക്കാൻ ആവശ്യമായ മെറ്റീരിയൽസ്, അതിന്റെ മെഷീനറീസ് അല്ലെ, മെറ്റീരിയൽസ്, അതിന്റെ മെഷീനറീസ് അല്ലെ, ഒരുപാട് കാര്യങ്ങൾ വേണ്ടേ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് അപ്പൊ എന്താണ് ഒരു എന്റർപ്രൈസ്, ഒരു വ്യവസായ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് മെറ്റീരിയൽസിന് വേണ്ടി ചെലവാകുന്ന കോസ്റ്റ് ഫാക്ടറിനെയാണ് അല്ലെ, ചെലവിനെയാണ് അല്ലെ. നെക്സ്റ്റ്, about 40% of the budgetary allocation is on procurement and management of stores in healthcare institutions. ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒരു ആരോഗ്യ പരിചരണത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്താണ് അവരുടെ ബഡ്ജറ്റില് 40% അവര് എന്ത് ചെയ്യുന്നുണ്ട്? അലോക്കേഷൻ ബഡ്ജറ്റ് വിഹിതത്തിന്റെ ഒരു 40% അവർ ചെലവാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെയുള്ള മെറ്റീരിയൽസിന്റെ പ്രൊക്വയർമെന്റ് അല്ലെ, ലഭ്യതയ്ക്കും അതിന്റെ മാനേജ്മെന്റ്, സ്റ്റോഴ്സുകളിൽ അത് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ചെലവാക്കുന്നത്. ക്ലിയർ ആയോ? ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഒരു ഹോസ്പിറ്റലാകാം, വേറെ ഏതെങ്കിലും എന്താണ് നമ്മുടെ ഔട്ട് പേഷ്യന്റ് ക്ലിനിക് ആവാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ അവര് ബഡ്ജറ്റ് വിഹിതത്തിന്റെ 40% അവർ ചെലവാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മെറ്റീരിയൽസ്, അവർക്ക് വേണ്ട സാധനങ്ങൾ, മെഡിസിനുകളാവാം, എക്യുപ്മെന്റ്സുകളാകാം അല്ലെ, മെഷീനറീസ് ആകാം, ബെഡ്സുകളാവാം, സ്ട്രക്ചേഴ്സ് ആവാം അല്ലെ, ഓട്ടോക്ലാവ്സുകളാവാം. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വേണ്ടി, സാധനങ്ങളുടെ ലഭ്യതയ്ക്കും പ്രൊക്വയർമെന്റിനും അത് സ്റ്റോഴ്സുകളിൽ മാനേജ് ചെയ്യുന്നതിനും വേണ്ടിയാണ്. ക്ലിയർ ആയത് ആ സെന്റൻസ്? മെറ്റീരിയൽസ് ക്യാൻ ബി ടേംഡ് ആസ്, മെറ്റീരിയൽസിന് എന്തൊക്കെയാണ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്? എക്യുപ്മെന്റുകൾ അല്ലെ, ഉപകരണങ്ങളെ പറയുന്നുണ്ട്, അപ്പാരറ്റസ് യന്ത്രങ്ങളെ പറയുന്നുണ്ട്, ആൻഡ് സപ്ലൈസ് അക്വേർഡ് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ലഭിച്ചിട്ടുണ്ട് അല്ലെ. എന്തൊക്കെ സാധനങ്ങള്? ബെഡ്ഷീറ്റുകളാവാം, മെഡിസിനുകളാകാം അല്ലെ, ഒരുപാട് സാധനങ്ങൾ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടേ.
മിഷനറീസും എക്യുപ്മെന്റും കൂടാതെ അപ്പൊ സപ്ലൈ സെക്യൂർഡ് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം സപ്ലൈകള് സാധനങ്ങള് നമുക്ക് ലഭ്യമായിട്ടുണ്ട്, എക്വയർഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റോക്ക്ഡ്, നമ്മ എന്തൊക്കെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ ഹോസ്പിറ്റലില്, എന്തൊക്കെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ സാധനങ്ങൾ ഓർഗനൈസേഷൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്, അതിനെല്ലാം നമുക്ക് എന്ത് പറയാം, മെറ്റീരിയൽസ് എന്ന് പറയാം അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടുത്തെ എക്യുപ്മെന്റുകളെ ആകാം അല്ലെ, അവിടുത്തെ അപ്പാരറ്റസ് യന്ത്രങ്ങളെ ആകാം, അല്ലെങ്കിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള സപ്ലൈസിനെ ആകാം. മെറ്റീരിയൽ സപ്ലൈ, ഏതൊക്കെ സാധനങ്ങൾ അവർക്ക് ലഭ്യമായിട്ടുണ്ട്, എന്തൊക്കെ സാധനങ്ങൾ ആ ഹോസ്പിറ്റലിൽ സ്റ്റോക്ക് ഉണ്ട്, അവർ എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, എല്ലാത്തിനെയും നമുക്ക് എന്ത് പറയാൻ സാധിക്കുന്നു, മെറ്റീരിയൽസ് എന്ന് പറയാൻ സാധിക്കുന്നു. ക്ലിയർ ആയത്? Materials management may also be interchangeably defined as stores management. എന്നൊക്കെ മെറ്റീരിയൽസ് മാനേജ്മെന്റിന് എന്തും കൂടി പറയാമെന്ന്, സ്റ്റോഴ്സ് മാനേജ്മെന്റ് എന്നും കൂടി പറയാം അല്ലെ. മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ നമുക്ക് സ്റ്റോഴ്സ് മാനേജ്മെന്റ് എന്നും കൂടി പറയാം. ഹൗസ്ലി എന്ന് പറഞ്ഞ ഒരാളാണ് കേട്ടോ, ചാൾസ് ഇ ഹൗസ്ലി എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ഇദ്ദേഹം ഹോസ്പിറ്റൽ മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന ബുക്ക് എഴുതിയിട്ടുണ്ട്. എഴുതി ഒരു ഫേമസ് ആയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ കുറിച്ച് ഒരു ഡെഫിനേഷൻ പറയുന്നുണ്ട്. നോക്കിയേ, ഹൗസ്ലി ഹാസ് ഡിഫൈൻഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആസ് ദ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഗുഡ്സ്, സർവീസ് ആൻഡ് എക്യുപ്മെന്റ് ഫ്രം അക്വിസിഷൻ ടു ഡിസ്പോസിഷൻ. എന്താണ്, നമുക്ക് ലഭിക്കുന്ന ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന ഗുഡ്സുകളാകാം അല്ലെ, സാധനങ്ങളാകാം, സർവീസുകളാകാം അല്ലെ, സേവനങ്ങളാകാലോ. ഇപ്പൊ മിഷനറീസ്, അതെന്താണ്, സേവനമല്ലേ കൊടുക്കുന്നത്, മിഷനറീസ് യന്ത്രങ്ങള് ആണോ. അപ്പൊ സർവീസുകളാവാം, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ സേവനങ്ങളാകാം സർവീസസ്. ആൻഡ് എക്യുപ്മെന്റ്സ്, അതിന്റെ എന്തൊക്കെയുണ്ട്, മേൽനോട്ടവും നിയന്ത്രണവും അല്ലെ, അങ്ങനെയുള്ള സാധനങ്ങള്. ഫ്രം അക്വിസിഷൻ, എന്താണ്, കൈവശപ്പെടുത്തലും വിനിയോഗിക്കലും ചെയ്യുക. കൂടാതെ അത് എന്ത് ചെയ്യണം, സൂപ്പർവിഷൻ നടത്തുകയും കൺട്രോൾ ചെയ്യുകയും വേണം അല്ലെ. എക്യുപ്മെന്റുകള്, ഗുഡ്സുകള്, സർവീസുകൾ അത് കൈവശപ്പെടുത്തി ലഭ്യമാക്കാൻ വിനിയോഗിച്ചാൽ മാത്രം മതിയോ, അത് നമ്മ എന്തുകൂടി ചെയ്യണം, സൂപ്പർവിഷനും കൺട്രോളും കൂടി ചെയ്യണം അല്ലെ. നമുക്ക് കിട്ടിയ സാധനങ്ങളാ മേൽനോട്ടം വഹിക്കുകയും നിയന്ത്രിക്കുകയും വേണം അല്ലെ. നമുക്ക് കിട്ടിയിരിക്കുന്ന ഗുഡ്സുകൾ എല്ലാം നമുക്ക് അറ്റ് എ ടൈം തന്നെ ഉപയോഗിക്കാൻ പറ്റോ, വെറുതെ അനാവശ്യമായി ഉപയോഗിക്കാൻ പറ്റോ? നമുക്ക് ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇത്രയും ഗുഡ്സുകൾ ലഭിച്ചിട്ടുണ്ട്, അത് ഇപ്പൊ തന്നെ നമുക്ക് ഉപയോഗിക്കാന്ന് വിചാരിക്കാൻ പറ്റോ? ഇല്ല അല്ലെ. നമ്മൾ അത് എന്ത് ചെയ്യും, കുറച്ച് മാത്രം അത് സപ്ലൈക്ക് വേണ്ടി എടുത്തിട്ട് ബാക്കി നമ്മൾ സ്റ്റോക്ക് ചെയ്യും അല്ലെ. ഇത് തീരുമ്പോ യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റോക്ക് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പൊ എന്താണ്, നമുക്ക് ലഭിക്കുന്ന ഗുഡ്സുകള്, സർവീസുകള്, എക്യുപ്മെന്റ്സുകള്, അതിന്റെ കൈവശപ്പെടുത്തലും വിനിയോഗം ചെയ്യലും എന്ത് ചെയ്യുന്ന, അതിന്റെയൊക്കെ മേൽനോട്ടം വഹിക്കലും കൺട്രോളും നിയന്ത്രണത്തെയുമാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. എന്ന് വെച്ചാൽ ആ പേരിൽ തന്നെയില്ലേ മെറ്റീരിയൽസ് മാനേജ്മെന്റ് അല്ലെ. മെറ്റീരിയൽസ് കൈകാര്യം ചെയ്യാം അല്ലെ. എങ്ങനെ കൈകാര്യം ചെയ്യണം, നല്ല രീതിയിൽ അല്ലെ, കറക്റ്റ് ആയിട്ട് അല്ലെ അല്ലേ. ക്ലിയർ ആയോ? അത് ഇപ്പൊ നമ്മുടെ വീടുകളിൽ വാങ്ങിക്കുന്ന സാധനങ്ങൾ ചിലപ്പോ നമ്മ ഒരു മാസത്തേക്ക് അല്ലെ, മിക്ക വീടുകളിൽ എങ്ങനെയാണ്, ആ മന്തിന്റെ ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് ആ മാസം ലാസ്റ്റ് വരെയുള്ള സാധനങ്ങൾ മേടിച്ചു വെക്കും അല്ലെ വീടുകളില്. ആ സാധനങ്ങളെ നമ്മ ഒരാഴ്ച കൊണ്ട് തീർക്കോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം, നമ്മ കൈകാര്യം ചെയ്യാനല്ലേ, കറക്റ്റ് രീതിയിൽ ആ മെറ്റീരിയൽസ് മാനേജ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഒരു മാസത്തേക്ക് നീക്കി വെച്ചല്ലേ ഉപയോഗിക്കാനായിട്ട്, വിനിയോഗിക്കാനായിട്ട് നമുക്ക് കറക്റ്റ് ഒരു ഓർഡർ ഉണ്ടായിരിക്കും. അപ്പൊ ഇതിനെയാണ്
മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമുക്ക് നമ്മുടെ കയ്യിലുള്ള നമുക്ക് ലഭ്യമായിട്ടുള്ള ഗുഡ്സുകള്, സർവീസുകള്, എക്യുപ്മെന്റ്സുകൾ, അതിന്റെ എന്താണ് കൈവശപ്പെടുത്തലും വിനിയോഗം അതെങ്ങനെ ചെയ്യണം? കറക്റ്റ് രീതിയിൽ അതിന്റെ ഈ വിനിയോഗം ചെയ്യുന്നതിന്റെയും കൈവശപ്പെടുത്തുന്നതിന്റെയും സൂപ്പർവിഷനും മേൽനോട്ടം വഹിക്കലും നിയന്ത്രണവുമാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ക്ലിയർ ആയത്? ഡിസ്പോസിഷൻ മീൻസ് വിനിയോഗം ചെയ്യല്, ഉപയോഗിക്കല്. Okay. Next, managing of materials to give the right quality of material at the right time, at the right place, at a low cost in is materials management. പിന്നെ എന്താണ് പറയാ? മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് നമുക്ക് ഒരുപാട് പൈസ കൊടുത്ത് നമുക്ക് മെറ്റീരിയൽസ് വാങ്ങിക്കാൻ പറ്റുമോ? എവിടെയുള്ള വിലയിൽ കൂടുതൽ കൊടുത്ത് നമ്മൾ മെറ്റീരിയൽസ് വാങ്ങിക്കോ, സാധനങ്ങൾ വാങ്ങിക്കോ? ഇല്ല അല്ലെ? അപ്പൊ എന്താണ്? കുറഞ്ഞ ചെലവില് അല്ലെ, ലോ കോസ്റ്റ്, കുറഞ്ഞ ചെലവില് ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് മെറ്റീരിയൽസിന്റെ ശരിയായ ഗുണനിലവാരം നൽകുന്നതിന്, മെറ്റീരിയൽ കൈകാര്യം ചെയ്യുന്നതിനെയാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെ വേണം? കുറഞ്ഞ കോസ്റ്റില് ശരിയായ സമയത്ത് എന്ത് കിട്ടണം? ശരിയായ സ്ഥലത്ത് ശരിയായ ക്വാളിറ്റിയിൽ അല്ലെ, ശരിയായ ക്വാളിറ്റിയില് ശരിയായ ഗുണനിലവാരത്തില് മെറ്റീരിയൽസ് കൈകാര്യം ചെയ്യുന്നതിനെയാണ് വിനിയോഗിക്കുക, അത് യൂട്ടിലൈസ് ചെയ്യുക അല്ലെ, കൈവശപ്പെടുത്തുക. അതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? കുറഞ്ഞ ചെലവില് അല്ലെ, അത് ഒരുപാട് കോസ്റ്റ് ആവാതെ ലോ കോസ്റ്റില് നമുക്ക് എന്ത് കിട്ടണം? ശരിയായ സ്ഥലത്ത് അല്ലെ, നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് നമുക്ക് മെറ്റീരിയൽസ് കിട്ടിയത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്? ശരിയായ സ്ഥലത്ത് കറക്റ്റ് ടൈമിൽ കിട്ടണം അല്ലെ, റൈറ്റ് ടൈമിൽ കിട്ടണ്ടേ? ഇപ്പൊ എമർജൻസി മെഡിസിൻസ് എന്താണ്? ആ കറക്റ്റ് ടൈമിൽ കിട്ടിയാൽ എന്താണ്? കൂടുതൽ എഫക്റ്റീവ് ആണ് അല്ലെ എമർജൻസി മെഡിസിൻ. അപ്പൊ എന്താണ്? ശരിയായ സമയത്ത് എന്താണ്? ഗുണനിലവാരമുള്ള അല്ലെ, നല്ല ഗുണനിലവാരമുള്ള സാധനങ്ങൾ കിട്ടണ്ടേ? ശരിയായ ഗുണനിലവാരമുള്ള മെറ്റീരിയലുകൾ കൈകാര്യം ചെയ്യുന്നതിനെയാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ്, മെറ്റീരിയൽസ് ആർ എ വൈറ്റൽ റിസോഴ്സ് ഓഫ് വാല്യൂ ആൻഡ് യൂട്ടിലിറ്റി. എന്താണ്? അതിന് മൂല്യം ഉണ്ടായിരിക്കും, അതിന്റെ ഉപയോഗം അല്ലെ, യൂട്ടിലിറ്റി. ഇനി ഹോസ്പിറ്റൽ എന്താണ്? മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോസ്പിറ്റലിലെ വൈറ്റൽ റിസോഴ്സുകളാണ് അല്ലെ, സുപ്രധാന വിഭവങ്ങളല്ലേ. ഇപ്പൊ മെഡിസിനുകള്, എക്യുപ്മെന്റുകള് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഹോസ്പിറ്റലിലെ വൈറ്റൽ റിസോഴ്സുകളല്ലേ. ഒരു ഹോസ്പിറ്റലില് എക്യുപ്മെന്റ്സുകൾ ഇല്ലാതെ, മെഡിസിനുകൾ ഇല്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കോ? ഇല്ല. അപ്പൊ അതൊക്കെ എന്താണ്? ആ മെറ്റീരിയൽസ് ഒക്കെ എന്താണ്? കാർഡിയാക് മോണിറ്റർ, ECG മെഷീൻസ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? അവിടെ വൈറ്റൽ ആയിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ഘടകങ്ങളാണ് അല്ലെ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം മെറ്റീരിയൽസ്. അപ്പൊ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം വൈറ്റൽ റിസോഴ്സുകൾ, സുപ്രധാന വിഭവങ്ങളാണ്. ക്ലിയർ ആയത്? It is a supportive department in the functions of the hospital. ആശുപത്രിയിലെ ഹോസ്പിറ്റലിലെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്ന ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലില് എന്താണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ICU ഉണ്ട്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്.
അല്ലെ? വെന്റിലേറ്റർ സെക്ഷൻസ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് എന്ത് വേണം? ഏതൊരു ഫാർമസി എടുത്തു കഴിഞ്ഞാല്, ഡയറ്ററി എടുത്തു കഴിഞ്ഞാല്, ലബോറട്ടറി എടുത്തു കഴിഞ്ഞാൽ ഏതൊരു ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രവർത്തനങ്ങൾക്ക് എന്ത് വേണം? മെറ്റീരിയൽസ് വേണോ? അപ്പൊ എന്താണ് മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റ്? മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഹോസ്പിറ്റലിലെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്ന ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെ? ക്ലിയർ ആയോ? ആ പാരഗ്രാഫ് ക്ലിയർ ആയോ എല്ലാവർക്കും? ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ് എയിം ഓഫ് ആണ് ട്ടാ. എയിം ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. എയിം ഓഫ് മെറ്റീരിയൽ, അതൊന്ന് കറക്റ്റ് ചെയ്യാട്ടാ. എയിം ഓഫ് മെറ്റീരിയൽസ് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ എയിം എന്തെല്ലാമാണ്? ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? The objectives of materials management in a hospital is to make sure that there is ample stock. എന്തായിരിക്കും മിസ് അത് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് പറഞ്ഞേ, ഒരു ഹോസ്പിറ്റലിന്റെ മെറ്റീരിയൽസ് മാനേജ്മെന്റ് കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? പ്രോഫിറ്റ് ആണോ അഞ്ചോ? ഗുണനിലവാരമുള്ള ചികിത്സ. അതെന്ന് വെച്ചാൽ മെറ്റീരിയൽസ് സ്റ്റോക്ക് ചെയ്യാം. മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെക്സ്റ്റ് മിസ് ഇതാക്കി കളഞ്ഞതാണ് സ്ക്രീനിൽ നിന്ന്. മിസ് എടുക്കുമ്പോ എടുത്തു വെക്കാം. നിങ്ങൾ പറയാം സപ്ലൈ ടു ഡിപ്പാർട്ട്മെന്റ്, അല്ലെ? എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിന്റെ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യാം, അല്ലെ? ആമ്പിൾ ആയിട്ടുള്ള സ്റ്റോക്ക് സൂക്ഷിക്കാം, അല്ലെ? പിന്നെ എന്തുണ്ട്? ഒരുപാട് മിച്ചം വരാനുണ്ടോ? ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ, എക്സ്പെൻസ് ഡിക്രീസ് ചെയ്യാം. പിന്നെ എന്താണ്? നമുക്ക് എക്യുപ്മെന്റുകൾ എല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യമായിട്ടുള്ള എന്താണ്? കണ്ടിന്യൂസ് സപ്ലൈ, അല്ലെ? ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഇപ്പൊ നമ്മ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കുറച്ച് മെഡിസിൻ കൊടുത്തു, ചിലപ്പോ 2 ദിവസം കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും മെഡിസിൻ ആവശ്യമായിട്ട് വരുമല്ലോ ഫാർമസിയിലൊക്കെ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം? ഒരു കണ്ടിന്യൂസ് സപ്ലൈ ചെയ്യണം, അല്ലെ? മെറ്റീരിയൽസ് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക്. ഡയറ്ററിയിലാണെങ്കിലും ഫുഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്ക് കൊടുക്കണ്ടേ? അപ്പൊ എന്താണ്? കണ്ടിന്യൂസ് ആയി സപ്ലൈ, ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും കണ്ടിന്യൂസ് ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ സപ്ലൈസിന് ആവശ്യമായിട്ടുള്ള സ്റ്റോക്ക് നിലനിർത്തുക. അതൊരു എയിമാണോ? പിന്നെ നമ്മൾ ഒരുപാട് മിച്ചം വരുത്താൻ പാടുണ്ടോ? കൂടുതൽ വരുത്താൻ പാടുണ്ടോ? മെറ്റീരിയൽസ് കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാം. എന്ത് പറ്റും? ചിലപ്പോ അത് കേടായി പോകും, അല്ലെ? അതല്ലെങ്കിൽ അതിന്റെ ഡേറ്റ് തീർന്നു പോകും, അല്ലെ? പിന്നെ അത് ഹോസ്പിറ്റലിന് നഷ്ടം ഉണ്ടാക്കില്ലേ? ഹോസ്പിറ്റൽ അല്ല, ഇപ്പൊ ഏതൊരു ഇതാണെങ്കിലും എന്ത് ചെയ്യും? നഷ്ടം വരുത്താം. ഇപ്പൊ നമ്മ ഒരു ഡ്രസ്സ് വാങ്ങാണ്, ഒപ്റ്റിമം യൂട്ടിലൈസ് എക്സ്പയർഡ്. ഇപ്പൊ നമ്മ ഒരു കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോ റേറ്റ് കുറവുണ്ട്, നമുക്ക് കുറെ ഡ്രസ്സ് വാങ്ങി. പക്ഷെ എന്താണ്? കുറച്ച് നാൾ കഴിയുമ്പോ അതിന്റെ മോഡൽ മാറും, അല്ലെ? ഫാഷൻ മാറും, അല്ലെ? അതുകൊണ്ട് അപ്പൊ കാര്യമുണ്ടോ? നമ്മ റേറ്റ് നോക്കി ഒരുപാട് വാങ്ങിച്ചു വെച്ചതുകൊണ്ട് കാര്യമുണ്ടോ നമുക്ക്? ഇല്ല. അപ്പൊ എന്താണ്? മിച്ചത്തിൽ നിന്ന് അകറ്റാല്ലേ? ഒരുപാട് കൂടുതൽ വരാതെ മിച്ചത്തിൽ നിന്ന് അതൊരു മെറ്റീരിയൽസ് മാനേജ്മെന്റ് അല്ലേ? മെറ്റീരിയൽസ്. പിന്നെ എന്താണ്? ശരിയായ രീതിയിലുള്ള സ്റ്റോറേജ് പെടുന്നുണ്ടോ? ഓരോ സാധനങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഫാർമസി പഠിച്ചോ, ഓരോ ഡ്രഗ്സുകളും സ്റ്റോറേജ്, ജനറൽ മെഡിസിൻ, നർക്കോട്ടിക് ഡ്രഗ്സ്, അല്ലെ? കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ്, അതൊക്കെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്? അതിനെല്ലാത്തിനും സ്റ്റോർ ചെയ്യാനായിട്ട് ഓരോ രീതി ഉണ്ട്, അല്ലെ? ആ രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ?
അപ്പൊ നമുക്കറിയാം ഇപ്പൊ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങളാകാം, എക്യുപ്മെന്റ്സുകളാകാം, അല്ലെ, സ്റ്റെറിലൈസേഴ്സ് ആകാം, എന്താണ് ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന കെമിക്കൽസ് ആകാം, മെഡിസിനുകളാകാം, അല്ലെ. അപ്പൊ ഇതെല്ലാം നമുക്ക് ഒന്നിച്ചൊരു സ്റ്റോറില് വെറുതെ വലിച്ചു വാരിടാൻ പറ്റുമോ? വലിച്ചു വാരിടാൻ പറ്റുമോ? ഇല്ല. അതെന്താണ്, കറക്റ്റ് രീതിയിലുള്ള ഒരു സ്റ്റോറേജ് വേണം, അല്ലെ, സംഭരണം വേണ്ടേ? നമ്മുടെ കിച്ചണിലെ സാധനങ്ങള്, സവാള, ഉള്ളി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, അല്ലെ, ഇതൊക്കെ നമ്മ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഒന്നിച്ചാണ് ഇട്ട് വെക്കുന്നത്. ഓരോന്നിനും അതിൻ്റെതായ കണ്ടെയ്നേഴ്സും പാത്രങ്ങളൊക്കെ ഉണ്ട്, അല്ലെ, സെപ്പറേറ്റ്. അപ്പൊ അതെന്താ, അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ? അതൊരു മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ലക്ഷ്യമല്ലേ, ഉദ്ദേശമല്ലേ? പിന്നെന്താണ്? ഒപ്റ്റിമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെറ്റീരിയൽസ്, അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് കൊടുക്കണം, അല്ലെ, ലഭ്യമാക്കണ്ടേ? അവരുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യത്തിന്, അല്ലെ, നീഡിന് ആവശ്യമായിട്ടുള്ള എന്താണ് മെറ്റീരിയൽസിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്തണം, അല്ലെ, വിതരണം നടത്തണ്ടേ? വേണോ? അതെന്താണ് ഒരു മെറ്റീരിയൽസ് മാനേജ്മെന്റ് കൊണ്ടുള്ള ഒരു ലക്ഷ്യമല്ലേ? നോക്കി ഇനി നോക്കാം നമുക്കത്. നോക്കിയേ, എയിം ഓഫ് materials management. The objective of material management in a hospital is to make sure that there is ample stock of required items for continuous supply. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും കണ്ടിന്യൂസ് സപ്ലൈ, തുടർച്ചയായിട്ടുള്ള വിതരണത്തിന് വേണ്ട ആംബിൾ സ്റ്റോക്കിൽ ശരിയായ സ്റ്റോക്ക് നിലനിർത്തുക. സ്റ്റോറുകളിൽ, അല്ലെ, നമുക്കറിയാം പല സ്റ്റോറുകളുണ്ട് ഹോസ്പിറ്റലിൽ, അല്ലെ, സർജിക്കൽ സ്റ്റോഴ്സ്, മെഡിസിൻ സ്റ്റോഴ്സ്, അല്ലെ, ഫാർമസിയില്. അപ്പൊ എന്താണ്, ഓരോ സ്റ്റോറുകളിലും എന്താണ് അവിടുത്തെ കണ്ടിന്യൂസ്, ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും കണ്ടിന്യൂസ് സപ്ലൈ, തുടർച്ചയായ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള ശരിയായ സ്റ്റോക്ക് നിലനിർത്തുക. ക്ലിയർ ആയോ? നെക്സ്റ്റ്, ടു കീപ് അവേ ഫ്രം സർപ്ലസ്. എന്താണ്, മിച്ചത്തിൽ നിന്ന്, അതായത് കൂടുതൽ വരാതെ സൂക്ഷിക്കുക, അല്ലെ. ചിലപ്പോ കൂടുതൽ വന്നാൽ എന്താണ്, നമുക്കത് എക്സ്പയർ ആകാം, അല്ലെ, അതല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാതെ വരും, അല്ലെ, ആണോ? കേടായി പോകും. അപ്പൊ എന്താണ്, ഒരുപാട് കൂടുതൽ വരാതെ മിച്ചത്തിൽ നിന്ന് അകറ്റി നിർത്തുക. നെക്സ്റ്റ്, ഹൗ അപ്രോപ്രിയേറ്റ് സ്റ്റോറേജ്. എന്താണ്, ശരിയായ സംഭരണം, സ്റ്റോറേജ് ചെയ്യുക. ഈസി റിട്രീവബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ദ പോയിന്റ് ഓഫ് യൂസേജ് വെനെവർ നീഡ്. എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിനും വെനെവർ നീഡ് ആവശ്യമായ സാധനങ്ങൾ എന്താണ് അവരുടെ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റിൽ, അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള അളവില് വീണ്ടെടുത്തു കൊടുക്കുക. വേണ്ടേ? ഇപ്പൊ ഹോസ്പിറ്റലില്, ഫാർമസി ഡിപ്പാർട്ട്മെന്റില് മെഡിസിനുകൾ, നാർക്കോട്ടിക് ഡ്രഗ്സുകൾ തീർന്നു പോയി. അപ്പൊ അവര് പറയാണ് ഞങ്ങൾക്ക് ഇത്ര അളവിൽ വേണം, ഇത്ര നമ്പേഴ്സ് നാർക്കോട്ടിക് ഡ്രഗ്സുകൾ, പെത്തഡീന്, അങ്ങനെ എന്തെങ്കിലും മരുന്നുകൾ വേണമെന്ന് പറഞ്ഞാല് അത് അവർക്ക് ലഭ്യമാക്കി കൊടുക്കണ്ടേ, വീണ്ടെടുത്ത് കൊടുക്കണ്ടേ സ്റ്റോറിൽ നിന്ന്? അപ്പൊ എന്താണ് പറയുന്നത്, എന്താണ്, വെനെവർ നീഡ്, അവർക്ക് ആവശ്യമായിട്ടുള്ള സമയത്ത് എന്താണ് അവരുടെ പോയിന്റ് ഓഫ് യൂസേജ്, അവർക്ക് ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള അളവിൽ എന്ത് കൊടുക്കുക, അവരുടെ വിതരണത്തിന് വേണ്ടി സ്റ്റോറുകളിൽ നിന്ന് വീണ്ടെടുത്ത് കൊടുക്കുക. ക്ലിയർ ആയത്? effective and efficient utilization of resources availability. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, നമുക്ക് ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം? എഫക്റ്റീവായ രീതിയിൽ, അല്ലെ, ഫലപ്രദമായ രീതിയിലും കാര്യക്ഷമമായ രീതിയിൽ ഉപയോഗിക്കണം, അല്ലെ. നശിപ്പിച്ച് കളയാൻ പാടുണ്ടോ? നമുക്ക് ഇത്രയും സാധനങ്ങൾ നമ്മുടെ സ്റ്റോറിൽ സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ ഉപയോഗിക്കാൻ പാടുണ്ടോ? മരുന്നുകൾ എന്നല്ല, മെറ്റീരിയൽസ് ഇല്ല, അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ സ്റ്റോറുകളിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലില് നമുക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സ് വിഭവങ്ങള് നമ്മ എന്താണ് എഫിഷ്യന്റ് ആയ രീതിയിൽ അല്ലെങ്കിൽ എഫക്റ്റീവ് ആയ രീതിയിൽ ഉപയോഗിക്കുക, യൂട്ടിലൈസ് ചെയ്യുക. ക്ലിയർ ആയോ? ഇത്
ഓക്കെ. നെക്സ്റ്റ് മേജർ ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാമാണ് ഹോസ്പിറ്റൽ മെറ്റീരിയൽസ് മാനേജ്മെന്റ് കൊണ്ടുള്ള പൊതുവായ മേജർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. എന്ത് ചെയ്യണം? പ്രോഫിറ്റ് വർദ്ധിപ്പിക്കണം അല്ലെ. ലോ കോസ്റ്റില് ശരിയായ സമയത്ത് ശരിയായ അളവില് മെറ്റീരിയൽസ് ലഭ്യമായിട്ട് എന്ത് ചെയ്യണം? ലോ കോസ്റ്റ് ആണെന്ന് വിചാരിച്ച് നമുക്ക് ക്വാളിറ്റിയില് ഗുണനിലവാരത്തില് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ? മെഡിസിനുകളുടെ അല്ലെങ്കിൽ എക്യുപ്മെന്റുകളുടെ അല്ലെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക? നല്ല ക്വാളിറ്റി ഉള്ള മരുന്നുകൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് ലഭ്യമാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക? മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് അല്ലെ, ഹോസ്പിറ്റലിന്റെ ലാഭം വർദ്ധിപ്പിക്കുക. ക്ലിയർ ആയത്? നെക്സ്റ്റ് മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ്. കോസ്റ്റ് കുറയ്ക്കുക. മിസ് പറഞ്ഞല്ലേ എന്താണ് ലോ കോസ്റ്റ് എന്ന് പറഞ്ഞല്ലോ മിസ്? കുറഞ്ഞ കോസ്റ്റില് ചെലവില് നമുക്ക് മെറ്റീരിയൽസ് ലഭ്യമാക്കുക. അറ്റൈൻമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ്സ് അല്ലെ, ആശുപത്രി ലക്ഷ്യങ്ങൾ കൈവരിക്കുക. ഹോസ്പിറ്റലിൽ ലക്ഷ്യങ്ങൾ എന്ന് പറയാൻ എന്താണ്? ഒബ്ജക്റ്റീവ്സ്, എയിം. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവരുടെ എയിം എന്ന് പറയുന്നത് എന്താ? ക്വാളിറ്റി കെയർ അല്ലെ, ഗുണനിലവാരമുള്ള പരിചരണം, നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുക. എന്താണ് അവിടെ വരുന്ന പേഷ്യൻസിനെ കംഫർട്ട് ആക്കുക അല്ലെ. പ്രോഫിറ്റ് ആൻഡ് സർവീസ്. ഓക്കെ, ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ ലക്ഷ്യമാണ് അല്ലെ. ഹോസ്പിറ്റലിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുക. ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഫങ്ഷൻസ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെന്റ്. മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് എന്തെല്ലാമാണ്? ഓക്കെ, മെറ്റീരിയൽസ് പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്. എന്താണ് മെറ്റീരിയൽസ്? എന്തൊക്കെ ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ആവശ്യമുള്ള സാധനങ്ങൾ വേറെ വേറെ ആയിരിക്കും അല്ലെ. ആണോ? ഇപ്പൊ ഡയറ്ററിയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണോ ഡയാലിസ് സെന്ററിലേക്ക് ആവശ്യമായിട്ട് വരുന്നത്? ആ ഡയാലിസ് സെന്ററിലേക്ക് സെക്ഷനിലേക്ക് ആവശ്യമായിട്ടുള്ളതാണോ ഫാർമസിയിലേക്ക് ആവശ്യമായിട്ട് വരുന്നത്? ആണോ? മെറ്റീരിയൽസ് എല്ലാം വേറെ ആയിരിക്കും അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് പ്ലാൻ ചെയ്യുക അല്ലെ, ആസൂത്രണം ചെയ്യുക. കൂടാതെ എന്താണ് അതിനാവശ്യമായ ബഡ്ജറ്റ് വേണ്ടേ? പൈസ വേണം അല്ലേ? വേണോ? അപ്പൊ എന്താണ്? ബഡ്ജറ്റ് അനുവദിക്കുകയും കൂടി ചെയ്യുക. ഫണ്ട് വേണം, അപ്പൊ ഫണ്ട് അനുവദിക്കുകയും കൂടി ചെയ്യുക. നെക്സ്റ്റ് എന്ത് ചെയ്യണം? പർച്ചേസ് ചെയ്യണം അല്ലെ. അവര് പ്ലാൻ ചെയ്ത ബഡ്ജറ്റ് അനുവദിച്ചാൽ മതിയോ? പിന്നെ എന്ത് ചെയ്യണം? അവർ പർച്ചേസ് ചെയ്യണം അല്ലെ. അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവരെന്ത് ചെയ്യാ? പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് അവര് വാങ്ങാനായിട്ട് ഓർഡർ കൊടുത്തു. ഇന്ന സാധനങ്ങൾ വേണമെന്ന് സപ്ലയേഴ്സിന്റെ അടുത്ത് ഓർഡർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അവർ കൊണ്ടുവരുമ്പോ അവരുടെ അടുത്ത് നിന്ന് റിസീവ് ചെയ്യണം അല്ലെ. വേണ്ടേ? വാങ്ങിക്കണ്ടേ? സ്വീകരിക്കണ്ടേ? കൊണ്ടുവന്ന മെറ്റീരിയൽസ് കണക്ട് ചെയ്ത് പറയുന്നത് എന്താണെന്നാ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടേംസ് ഇങ്ങനെ കണക്ട് ചെയ്ത് പറയുന്നത്. റിസീവ് ചെയ്യുക. റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇൻസ്പെക്ഷൻ ചെയ്യും അല്ലെ. ഇൻസ്പെക്ഷൻ സ്റ്റോക്കിംഗ് അല്ലേ, ചെക്ക് ചെയ്യും. എന്താണ് ഇവര് കൊടുത്ത അത്രയും മെറ്റീരിയൽസ് ഇവർക്ക് ലഭ്യമായിട്ടുണ്ടോ അല്ലെ. എന്താണ് ഓർഡർ? എന്താണ് അണ്ടർ ഓർഡർ ആണോ അല്ലെ, അല്ലെങ്കിൽ ഓവർ ഓർഡർ ആണോ അല്ലെ. അണ്ടർ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ഇവര് ഓർഡർ കൊടുത്തതിലും താഴെയാണോ സ്റ്റോക്ക് വന്നിരിക്കുന്നത് അല്ലെ, മെറ്റീരിയൽസ് വന്നിരിക്കുന്നത്. അതല്ലെങ്കിൽ ഇവര് ഓർഡർ കൊടുത്തതിലും കൂടുതൽ സ്റ്റോക്ക് വന്നിട്ടുണ്ടോ അല്ലെ, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ അല്ലെ, ഗുണനിലവാരത്തില് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ ഇല്ലേ, എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യണ്ടേ. അങ്ങനെയുള്ള ഇൻസ്പെക്ഷൻ നടത്തുന്നു. പിന്നെ എന്ത് ചെയ്യണം? സ്റ്റോക്ക് ചെയ്യണം അല്ലെ. കൊണ്ടുവന്ന സാധനങ്ങൾ ഒരു സ്റ്റോക്ക് ചെയ്യണ്ടേ? കറക്റ്റ് രീതിയിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് സ്റ്റോക്ക് ചെയ്യണ്ടേ? സ്റ്റോക്ക് ചെയ്യുന്നു. കൂടാതെ എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു അല്ലെ, വിതരണം ചെയ്യുന്നു. ക്ലിയർ ആയത്?
നെക്സ്റ്റ് ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോക്ക് ചെയ്യണം അല്ലെ? നമ്മ സിസ്റ്റത്തിലൊക്കെ എന്ത് ചെയ്യും? സ്റ്റോക്ക് കൺട്രോൾ ചെയ്യും അല്ലെ? നമുക്ക് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യും അല്ലേ? അപ്പൊ നമുക്ക് എന്താണ് സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അല്ലെ? ഇത്ര സാധന മെറ്റീരിയൽസ് ഓരോന്നും ഇത്ര സ്റ്റോക്ക് ഉണ്ട് അല്ലെ? ഇത്ര നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആവില്ലേ സ്റ്റോക്കിൽ നോക്കിക്കഴിഞ്ഞാല്? ഇൻവെന്ററി കൺട്രോളിൽ നോക്കിക്കഴിഞ്ഞാല് അപ്പൊ എന്താണ്? ഇൻവെന്ററി കൺട്രോൾ ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്? കോസ്റ്റ് റിഡക്ഷൻ അല്ലെ? ചെലവ് കുറയ്ക്കാം. ഇപ്പൊ അവർക്ക് ഒരു തവണ പർച്ചേസ് ചെയ്ത മനസ്സിലാവുമല്ലോ നെക്സ്റ്റ് ടൈം എങ്ങനെ പർച്ചേസ് ചെയ്യണം അല്ലെ? ഏത് സപ്ലയേഴ്സിന്റെ അടുത്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ചെലവ് കുറയ്ക്കാൻ സാധിക്കും അല്ലെ? നമ്മൾ ഒന്നോ രണ്ടോ തവണ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാവുമല്ലോ. നമ്മൾ വീടുകളിലേക്ക് മിസ് ഒരു എക്സാമ്പിൾ പോലെ നമ്മൾ വീട്ടിലേക്ക് സ്ഥിരമായിട്ട് സാധനങ്ങൾ മേടിക്കും. നമുക്ക് മനസ്സിലാവോ? നമ്മൾ ആദ്യം ഒരു കടയിൽ നിന്ന് വാങ്ങും, പിന്നെ വേറൊരു കടയിൽ നിന്ന് വാങ്ങും. അപ്പൊ നമുക്കൊരു കമ്പാരിസൺ പറ്റൂലേ? എന്താണ് ആ കട രണ്ടാമത് മേടിച്ച കടയിൽ എന്താണ് ആദ്യത്തെ കടയിലും കുറച്ച് കുറവുണ്ട് അല്ലെ? സെയിം സാധനം തന്നെ നമുക്ക് എന്താണ് 2 രൂപക്ക് അല്ലെങ്കിൽ 2 രൂപ കുറവിന് അല്ലെങ്കിൽ 1 രൂപ കുറവിന് കിട്ടുന്നു അല്ലേ? അത് മനസ്സിലാവോ? അപ്പൊ നമ്മ എന്ത് ചെയ്യും? ചെലവ് കുറയ്ക്കും അല്ലേ? അത്രയും രൂപ ലാഭിക്കാൻ വേണ്ടി നമ്മ എന്ത് ചെയ്യും? ചിലപ്പോ വീണ്ടും ആ കടയിൽ നിന്ന് തന്നെ സാധനം വാങ്ങിക്കും അല്ലെ? ഇവരെന്ത് ചെയ്യുക? കോസ്റ്റ് റിഡക്ഷൻ, ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കുക. ഇപ്പൊ അവര് ഒന്നോ രണ്ടോ തവണ സപ്ലയേഴ്സിന്റെ അടുത്ത് നിന്ന് സാധനം വാങ്ങിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാവും ചെലവ് കുറയ്ക്കാൻ വേണ്ടി ഇവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ക്ലിയർ ആയോ? കോസ്റ്റ് റിഡക്ഷൻ. നെക്സ്റ്റ് വാല്യൂ അനാലിസിസ്, മൂല്യ വിശകലനം. മൂല്യ വിശകലനം എന്ന് പറഞ്ഞാൽ നമ്മ ഒരു സാധനം മേടിക്കുമ്പോൾ നമ്മ നോക്കാറില്ലേ നമ്മ കൊടുത്ത പൈസയുടെ അത്രയും മൂല്യമുണ്ടോ അല്ലെ? നമുക്ക് നഷ്ടമായി പോയിട്ടുണ്ടോ ഇല്ലേ? അങ്ങനെ ഒരു വിശകലനം നടത്താറില്ലേ? പൈസക്കുള്ള മൂല്യമുണ്ടോ അല്ലെ? അപ്പൊ അങ്ങനെയുള്ളൊരു വാല്യൂ അനാലിസിസ്, മൂല്യ വിശകലനം നടത്തുക. നെക്സ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ക്വാളിറ്റി ചെക്കിംഗ്. ഓക്കെ, വാല്യൂ അനാലിസിസ് എന്താണെന്ന് പഠിക്കാനുണ്ട് കേട്ടോ ഈ ചാപ്റ്ററിൽ തന്നെ. നെക്സ്റ്റ് എന്താണ്? ഡിസ്പോസൽ. ഇപ്പൊ ചിലപ്പോ നമ്മ ഒരുപാട് മെഷീനറീസ് മേടിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഡിസിനുകൾ ഒരുപാട് മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ എന്ത് പറ്റും? എക്സ്പയറി ഡേറ്റ് കഴിയും അല്ലെ? അല്ലെങ്കിൽ ഡാമേജ് വരും അല്ലെ? മെഷീനറീസ് ആണെങ്കിൽ എന്താണ്? അത് സ്ക്രാപ്പ് ആവും അല്ലെ? ഉപയോഗിക്കാതിരുന്ന കംപ്ലൈന്റ്സ് വരും, അല്ലെങ്കിൽ റിപ്പയറിങ് അല്ലെ? നിങ്ങൾക്ക് വീണ്ടും അത് നന്നാക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ സ്ക്രാപ്പ് വരാറുണ്ടോ? നമ്മുടെ വീട്ടിൽ വരാറില്ല ഒരുപാട് സ്ക്രാപ്പ് ഐറ്റംസ്, കേടായ സാധനങ്ങൾ അല്ലെ? ഹോസ്പിറ്റലിന് വരാലോ അങ്ങനെയുള്ള സ്ക്രാപ്പ് ഐറ്റംസ് ഒക്കെ. അതല്ലെങ്കിൽ എന്താണ്? നമുക്ക് മരുന്നുകളാണെങ്കിൽ അല്ലെ എന്താണ്? എക്സ്പയറി ഡേറ്റ് കഴിയാം, അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകൾ വരാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഡിസ്പോസ് ചെയ്യുക. മെറ്റീരിയൽസ് ഡിസ്പോസിങ്, നിർമാർജനം. ക്ലിയർ ആയോ? അത് നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഇത് ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. എന്താണ്? പലതരത്തിലുള്ള മെറ്റീരിയൽസ്, ഹോസ്പിറ്റലിലെ പലതരത്തിലുള്ള മെറ്റീരിയൽസ് ഏതെല്ലാമാണ്? എക്യുപ്മെന്റ്സുകൾ ഉണ്ട് അല്ലെ? പലതരത്തിലുള്ള എക്യുപ്മെന്റ്സുകളിലെ ഹോസ്പിറ്റലില് സ്റ്റെറിലൈസർ അല്ലെ? സ്ട്രക്ചേഴ്സ്, സർജിക്കൽ ടേബിള് അല്ലെ? വീൽ ചെയേഴ്സ്, എക്യുപ്മെന്റുകൾ പലതരം, വിച്ച് ഇൻക്ലൂഡ്സ് സർജിക്കൽ. എന്താണ്? സർജിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളും ഇതിൽ പെടുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? മെഷീൻസ് അല്ലെ? വിച്ച് ഇൻക്ലൂഡ്സ് സർജിക്കൽ മെഷീനറീസും എന്താണ്? ഈ മെഷീനിൽ പെടുന്നുണ്ട്. വെന്റിലേറ്റർ അല്ലെ? അനസ്തെറ്റിക് മെഷീൻസ് അല്ലെ? ഇൻക്യുബേറ്റേഴ്സ് ആണോ? മെഷീൻസ് അല്ലെ ഇതൊക്കെ ഹോസ്പിറ്റലിൽ. മിസ് എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ് അല്ലെ? സ്റ്റേഷനറി ആയിട്ടുള്ളതും പ്രിന്റിംഗ് എന്തൊക്കെയുണ്ട് ഹോസ്പിറ്റലിൽ? പ്രിന്റിംഗ് ആയിട്ട് ഡയാലിസിസ് മെഷീൻസ്. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്തൊക്കെയുണ്ട് ഹോസ്പിറ്റലിൽ? അപ്പോയിന്റ്മെന്റ് കാർഡുകൾ ഉണ്ടോ? നമുക്ക് തരുന്ന OP കാർഡൊക്കെ ഉണ്ടാവും അല്ലെ? അതൊക്കെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി അല്ലേ?
പേഷ്യൻ OP കാർഡ്, ഡിസ്ചാർജ് കാർഡ്, ഓക്കെ. പിന്നെ എന്താണ് വിസിറ്റിംഗ് കാർഡ് അല്ലെ, പേഷ്യൻസ് ഡീറ്റെയിൽസ് ഫോം, കേസ് ഷീറ്റ്. അപ്പൊ അങ്ങനെയുള്ള പ്രിന്റിംഗ് ആൻഡ് ബിൽസ്, സ്റ്റേഷനറി. നെക്സ്റ്റ് എന്താണ്? ഓക്കെ, സമ്മറി റിപ്പോർട്ട്സ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഹൗസ് കീപ്പിംഗ്, ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെ. എന്താണ്? ലിനൻസ് ആൻഡ് കെമിക്കൽസ്. എന്താണ്? ലിനൻസ് ബെഡ്ഷീറ്റുകള്, പില്ലോ കവേഴ്സ്, പുതപ്പുകള് അല്ലെ. പിന്നെ എന്താണ്? നഴ്സുമാരുടെ ഡ്രസ്സുകള് അല്ലെ, യൂണിഫോമുകള്, അതൊക്കെ ലിനൻസ് അല്ലേ, ഹൗസ് കീപ്പിംഗ്. പിന്നെന്താണ്? കെമിക്കൽസ് അല്ലെ, ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽ ലിക്വിഡ്സുകളാവാം അല്ലെ, അങ്ങനെയുള്ള കെമിക്കൽസ്. ഡയറ്ററി, ഭക്ഷണക്രമവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ വരാലോ, ഗ്രൈൻഡേഴ്സ്, മിക്സർ അല്ലെ. പിന്നെ എന്താണ്? ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അല്ലെ, പൊടികള് അല്ലേ, ഇതൊക്കെ ഡയറ്ററിയിൽ പെടുന്നല്ലേ, പൗഡേഴ്സ്. അങ്ങനെയുള്ള ഡയറ്ററി സർവീസുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസ്. നെക്സ്റ്റ് ഇലക്ട്രിക്കൽ ആൻഡ് സ്പെയർ പാർട്സ് ഇല്ലേ, ഇലക്ട്രിക്കൽ ആൻഡ് സ്പെയർ പാർട്സുകൾ വരൂലേ, നമ്മുടെ മെഷീനറീസിന്റെ സ്പെയർ പാർട്സുകൾ വരാം അല്ലെ, കേടായി കഴിഞ്ഞാൽ. പൈപ്സ്, അത് വേറെ ഉണ്ട് കേട്ടോ, പൈപ്സ് ഒക്കെ. എന്താണ്? ഇലക്ട്രിക്കൽ, സ്വിച്ച്, ബൾബ്, ട്യൂബ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇലക്ട്രിക്കൽ ആൻഡ് സ്പെയർ പാർട്സ്. നെക്സ്റ്റ് എന്താണ്? ഫാന്. ഓക്കെ, ലാബിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, ടെസ്റ്റുകൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള കെമിക്കൽസ്. ഫാർമസിയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അല്ലെ, ഡ്രഗ്സുകള്, കെമിക്കൽസ്. എന്താണ്? ഫാർമസിയിലേക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകള് അല്ലെ, നമ്മൾ പഠിച്ചല്ലോ ഫാർമസി എക്യുപ്മെന്റ്സുകളൊക്കെ. ഫാർമസിയിലേക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകള്. നെക്സ്റ്റ് കെമിക്കൽസ്, ഡെവലപ്പർ ആൻഡ് ഫിക്സർ ഇൻ റേഡിയോളജി, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഫിക്സർ, ഡെവലപ്പർ, അങ്ങനെയുള്ള സാധനങ്ങൾ. നെക്സ്റ്റ് സിവിൽ എഞ്ചിനീയർ ഐറ്റംസ് എന്ന് വെച്ചാൽ പൈപ്സ്, അതർ മെറ്റീരിയൽസ്, അങ്ങനെയുള്ള മെറ്റീരിയൽ, നമ്മുടെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐറ്റംസ്. നെക്സ്റ്റ് എന്താണ്? കൺസ്യൂമർ ഗുഡ്സ്, ഡീസൽ ആൻഡ് പെട്രോൾസ് ടു സ്റ്റാർട്ട് ബോയിലർ ആൻഡ് ഓട്ടോക്ലേവ്, സ്റ്റെറിലൈസേഷൻസ് ഒക്കെ ചെയ്യുന്നതിനുള്ള യന്ത്രങ്ങള് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഡീസലും പെട്രോളും ഇതില് മെറ്റീരിയൽസ് ആയി വരുന്നുണ്ട്. ക്ലിയർ ആയത്? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്, IMM. ക്വസ്റ്റ്യൻ ചോദിക്കാട്ട. ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്, IMM. IMM is a close coordination of all departments which are related within utilization of materials. എന്താണ്? IMM എന്ന് പറയുന്നത് ക്ലോസ് കോർഡിനേഷൻ ഓഫ് ഓൾ ഡിപ്പാർട്ട്മെന്റ് അല്ലേ, എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ക്ലോസ് ആയിട്ടുള്ള ഒരു ഏകോപനം, ഒരു കോർഡിനേഷൻ ആണ്. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മെറ്റീരിയൽസിന്റെ ഉപയോഗത്തെ, യൂട്ടിലൈസേഷനുമായി ബന്ധപ്പെട്ട് അല്ലെ, വിനിയോഗവുമായി ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു കോർഡിനേഷൻ, ഏകോപനത്തെയാണ് IMM എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. എവറിത്തിങ് മെർജ്ഡ് അണ്ടർ വൺ ഹെഡ്, എല്ലാ കാര്യങ്ങളും, എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും പ്രവർത്തനങ്ങൾ ഒരു ഹെഡിന്റെ, ഒരാളുടെ കീഴിലായിരിക്കും മെർജ് ചെയ്തിരിക്കുന്നത്, ലയിപ്പിച്ചിരിക്കുന്നത്. എക്സാമ്പിൾ എന്താണ്? പർച്ചേസിങ്, സ്റ്റോറിംഗ്, എക്സെട്ര. അണ്ടർ മെറ്റീരിയൽസ് മാനേജ്മെന്റ്, മെറ്റീരിയൽസുകളൊക്കെ പർച്ചേസ് ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ആരുടെ അണ്ടറിലാണ്? മെറ്റീരിയൽസ് മാനേജർ അല്ലെ, അല്ലെ, എക്സെട്ര അണ്ടർ മെറ്റീരിയൽസ് മാനേജ്മെന്റ്. അപ്പൊ എന്താണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന്, ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽസിന്റെ വിനിയോഗത്തെ, എന്താണ്, വിനിയോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതെന്താണ്? എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും കോർഡിനേഷൻ, ഏകോപനത്തെ, ക്ലോസ് കോർഡിനേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ മിസ് പറഞ്ഞു, ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വേറെ വേറെ ആയിരിക്കും അല്ലെ, ആണോ? ഫാർമസിയിലേക്ക് ആവശ്യമായിട്ടറിയാം. അപ്പൊ ഇതെന്താണ്? എല്ലാം ഒരാളെ അറിയിക്കണ്ടേ? ആളായിരിക്കും അല്ലെ അവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള ഗുഡ്സുകൾ പർച്ചേസ് ചെയ്യുന്നത് അല്ലെ, മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത്, അത് സ്റ്റോക്ക് ചെയ്യുന്നത്. ആളുടെ അണ്ടറിൽ കുറച്ച് പേരും കൂടി ഉണ്ടാവും അല്ലെ, അസിസ്റ്റന്റ് മാനേജർ അല്ലെ. അപ്പൊ
ഒരു ആളുടെ അണ്ടറിൽ, ഒരു ഹെഡിന്റെ അണ്ടറിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രവർത്തനത്തെ കോർഡിനേറ്റ് ചെയ്യുന്നത്, ഏകോപിപ്പിക്കുന്നതിനെയാണ് ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ്, അഡ്വാൻറ്റേജ് ഓഫ് IMM. IMM-ന്റെ ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ അഡ്വാൻറ്റേജ് എന്തെല്ലാമാണ്? ബെറ്റർ അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റി അല്ലെ, നല്ല രീതിയിലുള്ള മികച്ച ഉത്തരവാദിത്വം ഉണ്ടായിരിക്കോ മെറ്റീരിയൽസ് മാനേജർക്ക് ഉണ്ടായിരിക്കോ? ബെറ്റർ അക്കൗണ്ടബിലിറ്റി, മികച്ച ഉത്തരവാദിത്വം ഉണ്ടായിരിക്കോ? ഉണ്ടായിരിക്കും അല്ലെ. എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കറക്റ്റ് ക്വാണ്ടിറ്റിയില്, കറക്റ്റ് ക്വാളിറ്റിയില് അവർക്ക് ലഭ്യമാകണ്ടേ? അതൊരു നല്ല ഉത്തരവാദിത്തമാണ് അല്ലെ. ബെറ്റർ അക്കൗണ്ടബിലിറ്റി അല്ലേ? അപ്പൊ ഇതെന്താണ്? ബെറ്റർ അക്കൗണ്ടബിലിറ്റി ആണ്. എന്തെങ്കിലും ഒരു മെറ്റീരിയൽസിന്റെ ഷോർട്ടേജ്, ഇപ്പൊ ഒരു എക്സാമ്പിൾ പോലെ എമർജൻസി ഡ്രഗ്സുകളുടെ ഷോർട്ടേജ് വന്നാല് അത് ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഗുഡ് ആണോ? അല്ല. അപ്പൊ എന്താണ്? ഒരു ബെറ്റർ അക്കൗണ്ടബിലിറ്റി ആണ് അല്ലെ. എന്താണ്? നല്ല ഒരു ഉത്തരവാദിത്തമാണ്. നെക്സ്റ്റ്, കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഇപ്പൊ തന്നെയല്ലേ പറഞ്ഞ നമ്മ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും പ്രവർത്തനങ്ങളെ, ആക്ടിവിറ്റീസിനെ ഏകോപിപ്പിക്കുന്നുണ്ട് അല്ലെ. പിന്നെന്താണ്? ബെറ്റർ പെർഫോമൻസ് അല്ലെ, മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ട ഒരു അഡ്വാൻറ്റേജ് ഇല്ലേ. ഇപ്പൊ മെറ്റീരിയൽസ് മാനേജർമാര് പർച്ചേസ് ചെയ്യണം അല്ലെ, സപ്ലയേഴ്സിനെ തിരഞ്ഞെടുക്കണം അല്ലെ. എന്തേ? ഹോസ്പിറ്റലിലേക്ക് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാൻ ആവശ്യമായ വിതരണക്കാരെ തിരഞ്ഞെടുക്കണ്ടേ? അത് അവർക്ക് ട്രസ്റ്റ് വർത്തി ആയിരിക്കണ്ടേ? വിശ്വാസയോഗ്യരായ ആളുകളെ തിരഞ്ഞെടുക്കണ്ടേ? പിന്നെ എന്താണ്? നെഗോഷിയേഷൻ ചെയ്യണോ? വിലപേശവര് പേശേണ്ടി വരുമോ? പിന്നെ എന്താണ്? കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം അല്ലെ. നല്ല രീതിയിൽ സപ്ലയേഴ്സിന്റെ അടുത്ത് ചർച്ചകൾ നടത്തി തീരുമാനിക്കാൻ കഴിയുന്ന ആളായിരിക്കണോ ഡിസിഷൻ മേക്കേഴ്സ്. അപ്പൊ അതെന്താണ്? അതിലൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയണം? മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കണം അല്ലെ. അപ്പൊ എന്താണ്? IMM-ന്റെ അഡ്വാൻറ്റേജ് തന്നെയാണ് ബെറ്റർ പെർഫോമൻസ്. മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ഈസി അല്ലെ. നമുക്ക് എന്താണ്? മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റം കഴിഞ്ഞാൽ എന്താണ്? ഈസി ആയിട്ട് ഏതൊരു മെറ്റീരിയൽസും എത്ര സ്റ്റോക്ക് ഉണ്ട് അല്ലെ, എത്ര സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് അല്ലെ, എത്ര ഇനി ഓർഡർ കൊടുത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കോ? സിസ്റ്റം നോക്കിക്കഴിഞ്ഞാല്, ഇൻവെന്ററി കൺട്രോൾ നോക്കിക്കഴിഞ്ഞാല് എന്താണ്? മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ഈസി. മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെ. എന്താണ്? മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യലും എന്താണ്? അത് ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതം അല്ലെ. അപ്പൊ എന്താണ്? നമ്മ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ നമുക്ക് എത്തേ വേണം, അത് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ എത്തിക്കാൻ വേണം അല്ലെ. വേണോ? അപ്പൊ മെറ്റീരിയൽസ് കറക്റ്റ് രീതിയിൽ കൈകാര്യം ചെയ്യണം, ഹാൻഡ്ലിംഗ് ചെയ്യണം. എന്ന് ട്രാൻസ്പോർട്ടേഷൻ. സ്ക്രാപ്പ്, നേരത്തെ പറഞ്ഞല്ലേ, എന്താണ്? നമുക്ക് ചില സാധനങ്ങൾ സ്ക്രാപ്പ് വരാം അല്ലെ, എക്യുപ്മെന്റ്സുകള്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ്? സ്ക്രാപ്പ് വരാം. സർപ്ലസ് അല്ലെ, എന്താണ്? മിച്ചം വരാം. അതൊക്കെ എന്താണ്? കൺട്രോൾ ചെയ്യുക അല്ലെ. മിച്ചം വരുന്നത് ഒരുപാടൊക്കെ നമ്മൾ ഓർഡർ കൊടുക്കാണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ മാത്രം ഓർഡർ കൊടുക്കുക അല്ലെ. അപ്പൊ എന്താണ്? സർപ്ലസ് കൺട്രോൾ ചെയ്യാൻ, സർപ്ലസ് കൺട്രോൾ, മിച്ചം വരാതെ നിയന്ത്രിക്കാനായി സാധിക്കുന്നു. ഡിസ്പോസലുകൾക്ക് എന്താണ്? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകൾ അല്ലെങ്കിൽ സ്ക്രാപ്പുകളൊക്കെ എന്ത് ചെയ്യാൻ ശരിയായ രീതിയിൽ
നിർമ്മാർജ്ജനം ചെയ്യാം. നെക്സ്റ്റ് എന്താണ്? IMM Integrated Materials Management does cost reduction techniques such as value analysis, variety reduction, standardization, forecasting and market analysis. എന്താണ്? ചിലവ് കുറയ്ക്കുന്ന IMM ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ചിലവ് കുറയ്ക്കാനുള്ള പല ടെക്നിക്സുകളും സാങ്കേതിക വിദ്യകളും ചെയ്യുന്ന എന്താണ്? വാല്യൂ അനാലിസിസ്, മൂല്യനിർണ്ണയം കൊടുക്കുന്നു. വെറൈറ്റി റിഡക്ഷൻ, വൈവിധ്യം കുറയ്ക്കല. നമ്മൾ കുറെ ഒരു കാര്യത്തിന് ഒരു സാധനം യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട്, ഇപ്പൊ ബാൻഡേജ് നമുക്ക് ഒരു ടൈപ്പ് മാത്രമാണോ കിട്ടുന്നത്? ഒരുപാടുണ്ട് അല്ലെ? വെറൈറ്റി കളക്ഷൻ ഉണ്ട് അല്ലെ? അപ്പൊ അതെന്ത് ചെയ്യും? നമ്മ പല വെറൈറ്റി മേടിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? നമുക്ക് കോസ്റ്റ് കൂട്ടുകയാണോ ചെയ്യുന്നത്? ചെലവ് കൂട്ടുമല്ലോ. അപ്പൊ എന്ത് ചെയ്യാ? അങ്ങനെയൊന്നും വെറൈറ്റി നമ്മൾ ചൂസ് ചെയ്യാതെ വെറൈറ്റി റിഡക്ഷൻ, വൈവിധ്യം കുറയ്ക്കല്. നമ്മളോട് പറഞ്ഞ എന്താണ്? നമുക്ക് ചിലവ് കുറയ്ക്കാല് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ലേ ലക്ഷ്യം. സ്റ്റാൻഡർഡൈസേഷൻ, നിലവാരം ഉണ്ടാവണം അല്ലെ? നമ്മ മേടിക്കുന്ന മെറ്റീരിയൽസിന് നിലവാരം വേണോ? സ്റ്റാൻഡേർഡ് ആയിരിക്കണം അല്ലെ? നെക്സ്റ്റ് ഫോർകാസ്റ്റിംഗ്, പ്രവചനം. നെക്സ്റ്റ് രണ്ടാമത് മാർക്കറ്റ് അനാലിസിസ്, വിപണി വിശകലനം. നമ്മ ഒരു സാധനം വാങ്ങിച്ചു കഴിയുമ്പോൾ നമ്മ കമ്പയർ ചെയ്യാനുണ്ടോ? വിപണിയിൽ ഇതിന് മൂല്യമുണ്ടോ അല്ലെ? ചിലപ്പോ എന്താണ് 2 വർഷം കഴിയുമ്പോൾ അതിന്റെ മൂല്യം ഇടിയാ അല്ലെ? ഇപ്പൊ സ്വർണ്ണമൊക്കെ അങ്ങനെയുള്ള സാധനം അല്ലെങ്കിൽ എക്യുപ്മെന്റുകളൊക്കെ വാങ്ങിക്കുമ്പോ വിപണി മൂല്യനിർണ്ണയം നടത്തോ? വിശകലനം നടത്തോ? ചിലപ്പോ 2 വർഷം കഴിയുമ്പോൾ അതിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ വരാലോ വിപണിയില്ല, മാർക്കറ്റില് വരുമോ? അപ്പൊ എന്താണ്? അപ്പൊ വിപണി വിശകലനം ചെയ്യുക, അങ്ങനെയുള്ള ടെക്നിക്സ് എന്താണ്? കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്കുകളൊക്കെ IMM ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയോ അത്രയും ഭാഗം? ഓക്കെ, അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ വാല്യൂ അനാലിസിസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ മിസ് അത് ബാക്കി നാളെ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am.